ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ ബർമിംഗ്ഹാമിൽ നിന്ന് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എങ്ങനെ പോകാം എന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പം വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ബസ്സിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ കരുതണം. അത് ബസ്സിൽ പോകണമെങ്കിൽ മാത്രമല്ല, കാരണം ലണ്ടനിലേക്ക് പോകുന്തോറും ബിസി ആയിക്കൊണ്ടിരിക്കും. പിന്നെ മോട്ടോർ വേയിലൊക്കെ ആണെങ്കിലും ആക്സിഡൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ക്ലോസ് ചെയ്തിടും. അത് എന്ത് പറഞ്ഞാലും കാര്യമില്ല, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല, നമ്മൾ ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ബിസി ഏരിയയിലേക്കൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും കുറച്ച് സമയം പോയാലും കുഴപ്പമില്ല, നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് ഫ്ലൈറ്റ് 9:30-ആയിരുന്നു. ഞാൻ എയർപോർട്ടിൽ 6 to 6:30 എത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പം എൻ്റെ ബസ് അവിടെ എത്തുന്ന സമയം കാണിച്ചിരുന്നത് ബർമിംഗ്ഹാമിൽ നിന്ന് 2 hours ആയിരുന്നു. അപ്പോൾ 3 to 5 ആയിരുന്നു ടൈം. ഞാനൊരു അരമണിക്കൂർ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ ഞാൻ കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് നമ്മുടെ ലണ്ടനിലുള്ള ബസ് സ്റ്റേഷൻ അല്ലെങ്കിൽ കോച്ച് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കറക്റ്റ് അത് ഫുൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് നമുക്ക് അവിടെ ബോർഡ്സ് ഉണ്ട്. അപ്പം നേരെ പോയി നമ്മൾ ഒരു ഡബിൾ ഡോർ തുറന്ന് ഒരു ലിഫ്റ്റുള്ള ഒരു ഏരിയയിലേക്ക് നമ്മളെത്തും. അവിടെ നമുക്ക് വാഷ്റൂമൊക്കെ ഉണ്ട്. പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. കറക്റ്റ് ലിഫ്റ്റിൽ എഴുതിയിട്ടുണ്ട് ടെർമിനൽസ് ഏതൊക്കെയാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ 2, 3, 4 ഏത് ടെർമിനലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്ത് ഇങ്ങനെ പോവുക. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പം ടെർമിനൽ 3ലേക്കായിരുന്നു എനിക്ക് പോകേണ്ടത്. അപ്പോൾ അവിടേക്ക് ഇതിൽ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ കയറി വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ട്രെയിൻ കയറുന്ന വഴിയിൽ കൂടെയാണ് നമ്മളിങ്ങനെ ട്രെയിൻ കയറാനുള്ള സ്ഥലത്തേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതിയേക്കുന്നത് കാണാം എലിസബത്ത് ലൈൻ. അത് കഴിഞ്ഞ് നമ്മളിവിടെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷേ ഫ്രീ ടിക്കറ്റാണ്, ആവശ്യമില്ല എന്നല്ല, ഫ്രീ ടിക്കറ്റാണ്, പൈസ കൊടുക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഹീത്രോ എയർപോർട്ടിൽ നിന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ടിക്കറ്റ് വരും. അത് കഴിഞ്ഞ് അത് പാസ് ചെയ്ത് പോവാം. ഞാനാണെങ്കിൽ ഇതിൽ ട്രെയിൻ ടിക്കറ്റ് ഇട്ടത് ഉൾട്ടേ ഇട്ടേ, അപ്പോൾ അതുകൊണ്ട് അത് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. അവസാനം അവിടുത്തെ ആളാണ് എനിക്ക് പറഞ്ഞു തന്നെ. സാധാരണ ഞാൻ ഇതധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് അത്ര യൂസ്ഡ് ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ട്രെയിന് കയറാനായിട്ട് ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ട്രെയിൻ കയറാനുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരാനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഈ വരുന്നതല്ല ഞങ്ങളുടെ ട്രെയിൻ, ഇതിന് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നതാണ് ഞങ്ങളുടെ ട്രെയിൻ. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഒന്നും പുറത്തേക്കായിട്ടൊരു ടച്ചേ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ബസ് ഇറങ്ങി ഫുള്ള് ഇൻഡോറിൽ കൂടെ ആയിരുന്നല്ലോ ട്രാവല്. അങ്ങനെ ഇതേ ട്രെയിൻ വന്നിട്ട് ട്രെയിനിൽ കയറി പോവുകയാണ്. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികമൊന്നുമില്ല. ജസ്റ്റ് ഒരു ലിഫ്റ്റ് കയറാം. അപ്പോഴേക്കും നമ്മൾ നമ്മുടെ കറക്റ്റ് ആ ചെക്ക് ഇൻ ചെയ്യണോടത്തേക്കാണ് നമ്മൾ ഡയറക്റ്റ് എത്തുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പിള്ളേരൊക്കെ ആയിട്ട് പോവാണ്, കുറേ ലഗേജൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഇച്ചിരി പണി. കാരണം ഈ വഴി മൊത്തം ഇങ്ങനെ നടക്കണ്ടേ നമ്മളിത് ഉന്തിയിട്ട്. അപ്പം അങ്ങനെ. പക്ഷെ അതർവൈസ് മണി നോക്കുകയാണെങ്കിൽ വൻ ലാഭമാണ്. ഞാൻ ഫ്ലിക്സ് ബസ് എനിക്ക് തോന്നുന്നു ടിക്കറ്റ് എടുത്തത് വെറും 15 pounds സംതിങ് ആയിരുന്നു. അപ്പം അതിൽ ഓൾറെഡി ഒരു 25 kg ലഗേജും പിന്നെ ഒരു സോഫ്റ്റ് ബാഗ് അല്ലെങ്കിൽ 7 kg ബാഗ് പറ്റുക. അപ്പം എനിക്കൊരു സ്യൂട്ട് കേസ് ആയിരുന്നു 7 kg. അപ്പം അതുകൊണ്ട് അവരത് എക്സ്ട്രാ എടുപ്പിച്ചു കേട്ടോ അവിടെ വെച്ചിട്ട്. പക്ഷെ എന്നാലും ഒരു 20-25 pounds ആണെങ്കിലും വളരെ വർത്താണ്. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വൺ സൈഡ് തന്നെ ഞങ്ങൾ 160 pound കൊടുക്കേണ്ടടുത്ത് ഞങ്ങൾക്ക് വെറും 50 pound ആണ് ആകെ ചിലവായുള്ളൂ. അപ്പം ഇത് വളരെ മണി സേവിങ് മെത്തേഡാണ്. പിന്നെ ടൈമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ എനർജി വേസ്റ്റ് ആക്കേണ്ട എന്നൊക്കെ വിചാരിക്കുന്നവർക്കാണെങ്കിൽ കാറിന് പോകുന്നതായിരിക്കും. പിന്നെ കുട്ടികളുള്ളവർക്ക് ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യില്ല, കാരണം പിള്ളേരെയും കൊണ്ട് ഇതിങ്ങനെ നടക്കുന്നത് ഒരു ഇച്ചിരി അലച്ചിലായിരിക്കും. പക്ഷെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെയൊക്കെയാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ ചെക്ക് ഇൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മണിക്കൂർ അവിടെ റെസ്റ്റ് എടുക്കാം. ലോഞ്ച് ആക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് അവിടെ പോയി ഫുഡ് കഴിക്കാം. നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം
ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടാ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ.